നമസ്കാരം. ടാരോട്ട് സ്പിരിച്വൽ ഹീലിംഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കുന്നത് നിങ്ങളുടെ പേഴ്സന്റെ കറന്റ് എനർജി എന്താണെന്നുള്ളതാണ്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ജനറൽസ് ആണ്. നിങ്ങൾ എപ്പോഴാണോ ഈ റീഡിംഗ് കാണുന്നത് അപ്പോൾ മുതലാണ് നിങ്ങൾക്ക് ഇത് വാലിഡ് ആയി തുടങ്ങുന്നത്. അതുപോലെ ഈ റീഡിംഗിൽ നിങ്ങൾക്ക് റെസിനേറ്റ് ആവുന്ന കാര്യങ്ങൾ നിങ്ങൾ എടുക്കാം, അല്ലാത്ത കാര്യങ്ങൾ നിങ്ങൾ വിട്ടുകളയാം. അതുപോലെ ലവേഴ്സ് ആയിക്കോട്ടെ, എക്സ്ട്രാമാരിറ്റൽ അഫെയറുള്ള ആളുകളായിക്കോട്ടെ, എല്ലാവർക്കും ഈ റീഡിംഗ് എടുക്കാവുന്നതാണ്. നിങ്ങൾക്ക് പേഴ്സ് റീഡിംഗ് ആവശ്യമുണ്ടെങ്കിൽ മുകളിൽ കൊടുക്കുന്ന വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ പോസിറ്റീവ് മൈൻഡ് സെറ്റോട് കൂടി ഇരുന്നിട്ട് റീഡിംഗ് ആണ്. നൈറ്റ് ഓഫ് കപ്സ് എനർജിയാണ്. ഇവിടെ നിങ്ങളുടെ പേഴ്സൺ ഒരു കമ്മ്യൂണിക്കേഷൻ നിങ്ങളുമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്, നിങ്ങളെ കാണാൻ അവർ ആഗ്രഹിക്കുന്നതായിട്ടാണ് കാണുന്നത് കേട്ടോ. ഇപ്പൊ നോ കോണ്ടാക്ട് ആണെങ്കിലും ലെസ് കോണ്ടാക്ട് ആണെങ്കിലും നിങ്ങളിലേക്ക് വരാനുള്ള ഒരു ടെൻഡൻസിയിൽ നിൽക്കുന്ന ഒരു എനർജിയാണ്. അവർക്കിപ്പോൾ നിങ്ങളെ കാണാൻ തോന്നുന്നു എന്നുള്ളതാണ്. ഇപ്പം അവർക്ക് നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് തന്നെ ഇപ്പോഴവർക്ക് നിങ്ങളെ മീറ്റ് ചെയ്യണം എന്നുള്ള ഒരു എനർജിയിലാണ് അവർ നിൽക്കുന്നത് കേട്ടോ. ടെമ്പറൻസ് എന്നാണ് കാണിക്കുന്നത്. റിലേഷനിൽ ഒരു ബാലൻസ് വരുന്നതായിട്ടാണ്. ഇതുവരെ നോ കോണ്ടാക്ട് സിറ്റുവേഷൻ അല്ലെങ്കിൽ ലെസ് കോണ്ടാക്റ്റിൽ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ബാലൻസ് ഈ റിലേഷനിൽ മുന്നോട്ട് വരുന്നു. ഈ റിലേഷന്റെ ഇപ്പോഴുള്ള ഈ ഒരു പ്രശ്നങ്ങളിൽ നിന്ന് പുറത്തു കടക്കാൻ പറ്റുന്ന ഒരു എനർജിയിലോട്ട് നിങ്ങളുടെ റിലേഷൻ മാറുന്ന ഒരു സിറ്റുവേഷനാണ് കാണിക്കുന്നത് കേട്ടോ. മുന്നോട്ട് 5 ഓഫ് കപ്സ് എനർജിയാണ്. നിങ്ങളെ നന്നായിട്ട് അവർ മിസ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. ആ ഒരു മിസ്സിങ് കൊണ്ടാണ്, അല്ലെങ്കിൽ അവർ അത്രയും നിങ്ങളെ മിസ് ചെയ്യുന്നതുകൊണ്ടാണ് അവർ തിരികെ റിലേഷനിലോട്ട് വരാനുള്ള ഒരു ഡിസിഷനിലോട്ട് എത്തിയിട്ടുള്ളത്. അവർക്ക് നിങ്ങളില്ലാതെ പറ്റുന്നില്ല, അല്ലെങ്കിൽ അവരുടെ ലൈഫിലെ മറ്റ് സന്തോഷങ്ങളിൽ അവർക്ക് ഹാപ്പി ആയിട്ട് ഇരിക്കാൻ പറ്റുന്നില്ല. കംപ്ലീറ്റ് അവരുടെ ഹാപ്പിനെസ് നിങ്ങളായിരുന്നു എന്നുള്ള ഒരു റിയലൈസേഷനിലോട്ട് അവർ എത്തിയിട്ടുണ്ട്. അപ്പം ഈ റിലേഷൻ മുന്നോട്ട് കൊണ്ടുപോകണം, ഇതില്ലാതെ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല എന്നുള്ള ഒരു ചിന്തയിൽ അവർ നിങ്ങളെ കാണാൻ വേണ്ടി ആഗ്രഹിക്കുന്നതായിട്ടും അവരുടെ ഭാഗത്തുനിന്ന് ഒരു ആക്ഷൻ ഉണ്ടാവുന്നതായിട്ടാണ് കാണുന്നത് കേട്ടോ. കിങ് ഓഫ് സോഴ്സ് എനർജിയാണ്. ഇവിടെ സത്യം പറഞ്ഞാൽ ഈ റിലേഷനിൽ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ വന്നിട്ടുള്ളത് നിങ്ങളുടെ പേഴ്സണോട് നെഗറ്റീവായിട്ട് നിങ്ങളെ കുറിച്ചൊരു ബാഡ് ആയിട്ടുള്ള രീതിയിൽ മറ്റുള്ളവർ പറഞ്ഞു കൊടുത്തിട്ടാണ്. അതായത് ചിലപ്പോൾ ഫ്രണ്ട്സ് ആയിരിക്കാം, കൊളീഗ്സ് ആയിരിക്കാം, നിങ്ങളുമായിട്ട് കണക്ട് ചെയ്ത് നിൽക്കുന്ന ആളുകളായിരിക്കാം, അല്ലെങ്കിൽ ആളുടെ കൂടെയുള്ള ആളുകളായിരിക്കാം. എന്തായാലും നിങ്ങളുടെ അതായത് നിങ്ങളൊരു വിശ്വസിക്കാൻ പറ്റാത്തൊരു പേഴ്സൺ ആണെന്നോ, അല്ലെങ്കിൽ ഈ റിലേഷൻ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ അത് ഇഷ്യൂസിലോട്ട് പോകും എന്നുള്ള രീതിയിൽ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞ് അവരെ ഈ റിലേഷനിൽ നിന്ന് അകറ്റി നിർത്താൻ ശ്രമിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് കാണിക്കുന്നത്. അതുകൊണ്ടാണ് നിങ്ങളുടെ പേഴ്സൺ ഒരു അകൽച്ചയിലോട്ട് പോയിട്ടുള്ളത്. പക്ഷെ ഇപ്പോഴവർക്ക് നിങ്ങളില്ലാതെ പറ്റില്ല. ഇനിയിപ്പം ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഈ റിലേഷൻ ഇല്ലാതെ അവർക്ക് പറ്റില്ല എന്നുള്ള ഒരു തീരുമാനത്തിലോട്ട്, അല്ലെങ്കിൽ അങ്ങനെ ഒരു റിയലൈസേഷനിലോട്ട് നിങ്ങളുടെ പേഴ്സൺ എത്തിയതായിട്ടാണ് കാണുന്നത് കേട്ടോ. ക്യൂൻ ഓഫ് വാൻസ് എനർജിയാണ്. ഇവിടെ നമ്മളിപ്പം ഒരാൾ മാനിപ്പുലേറ്റ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങളെക്കുറിച്ച് നെഗറ്റീവായിട്ട് പറഞ്ഞു കൊടുക്കുന്നുണ്ട് എന്നുള്ളത് നമ്മളിപ്പോൾ പറഞ്ഞിട്ടേ ഉള്ളൂ. അതായത് ഇവിടെ കിങ് ഓഫ് സോഴ്സ് എനർജി വന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇവിടെ ക്യൂൻ ഓഫ് വാൻസ് എനർജിയാണ്. ഒരു തേർഡ് പേഴ്സൺ ഈ റിലേഷനിൽ ഇൻവോൾവ്ഡ് ആണെന്നുള്ളതാണ്. അവരുടെ ഒരു ഇൻഫ്ലുവൻസ് ആണ് ഈ റിലേഷനിൽ ഇങ്ങനെ പ്രശ്നങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്നതെന്നുള്ളതാണ് കാണിക്കുന്നത്. അവര് കുറച്ച് ഡൊമിനേറ്റ് ചെയ്യുന്ന ഒരു പേഴ്സൺ ആയിട്ടാണ് കാണുന്നത്. ഒരു കൺട്രോളിങ് പേഴ്സണാലിറ്റി ആണ് എന്നാണ് കാണിക്കുന്നത്. പിന്നെ മറ്റുള്ളവരെ പറഞ്ഞ് മനസ്സിലാക്കാൻ, അല്ലെങ്കിൽ മറ്റുള്ളവരെ മാനിപ്പുലേറ്റ് ചെയ്യാനുള്ള ഒരു കഴിവ് അവർക്കുണ്ട്. സംസാരിച്ച് ഒരു തെറ്റിദ്ധാരണ ഉണ്ടാക്കാനുള്ള ഒരു കഴിവുള്ള പേഴ്സൺ ആണ് ഇവരെ എന്നാണ് കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവരുടെ ഒരു കമ്മ്യൂണിക്കേഷൻ വഴി, അല്ലെങ്കിൽ ഇവരുടെ ആ ഒരു ഇൻഫ്ലുവൻസ് വഴിയാണ് നിങ്ങളുടെ റിലേഷനിലെ ഇഷ്യൂസ് ക്രിയേറ്റഡ് ആവുന്നത്, നിങ്ങളുടെ റിലേഷനിലെ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത് എന്നുള്ളതാണ് കാണിക്കുന്നത് കേട്ടോ. ജസ്റ്റിസ് എന്നാണ് കാണിക്കുന്നത്. ഈ റിലേഷനിൽ നിങ്ങൾക്ക് മുന്നോട്ടൊരു നീതി നിങ്ങൾക്ക് ലഭിക്കുന്നതായിട്ടാണ് കാണുന്നത്. യൂണിവേഴ്സിന്റെ ഭാഗത്തുനിന്ന് ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ചേഞ്ച് റിലേഷനിൽ വരുന്നു എന്നുള്ളതാണ്. യൂണിവേഴ്സിന്റെ ആ ഒരു ബ്ലെസ്സിങ്സ് നിങ്ങൾക്ക് കിട്ടുന്നതായിട്ടാണ് കാണുന്നത്. ഇപ്പം നിങ്ങൾ ഈ റിലേഷനെ കുറിച്ചൊരു പോസിറ്റീവ് ആയിട്ടുള്ള രീതിയിലാണ് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ആ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു റിസൾട്ട് ആയിരിക്കും, അല്ലെങ്കിൽ ആ ഒരു മാനിഫെസ്റ്റേഷൻ സക്സസ്ഫുൾ ആവുന്നത് പോസിറ്റീവ് ആയിട്ടായിരിക്കും കേട്ടോ. അപ്പം നിങ്ങൾ നെഗറ്റീവ് ആയിട്ടുള്ള തോട്ട്സും ഇമോഷൻസും കൊടുക്കാതെ പോസിറ്റീവായ രീതിയിൽ തന്നെ റിലേഷൻ മാനിഫെസ്റ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. 6 ഓഫ് പെന്റിക്കിൾസ് എനർജിയാണ്. മുന്നോട്ട് ഈ റിലേഷനിൽ ഒരു ഈക്വൽ ഗിവ് ആൻഡ് ടേക്ക് വരുന്നതായിട്ടാണ്. ഇതുവരെ ഒരാൾ മാത്രം ഗിവറായിട്ട് ഒരാൾ ചേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷൻ, അങ്ങനെയുള്ള ഒരു എനർജിയിലാണ് ഈ റിലേഷൻ പൊയ്ക്കൊണ്ടിരുന്നതെന്നുണ്ടെങ്കിൽ മുന്നോട്ട് ഇനി ഈക്വൽ ആയിട്ടുള്ള ഒരു ഗിവ് ആൻഡ് ടേക്ക് ഉണ്ടാവും എന്നുള്ളതാണ്. കാരണം നിങ്ങളില്ലാതെ പറ്റില്ല എന്നുള്ള ഒരു തിരിച്ചറിവുള്ള ഉണ്ടായത് കൊണ്ട് തന്നെ
നിങ്ങളുടെ പേഴ്സൺ ഇനി നിങ്ങളെ നഷ്ടപ്പെടുത്താൻ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ അവരുടെ ഭാഗത്തുനിന്നും ഈ റിലേഷന് വേണ്ടിയിട്ടുള്ള ഒരു പോസിറ്റീവായിട്ടുള്ള എഫേർട്ട് ഉണ്ടാവും. അപ്പം ഒരാൾ മാത്രം, നിങ്ങൾ മാത്രം എഫേർട്ട് ഇട്ട് ഒരു എന്താ പറയുക, ഈ റിലേഷൻ നിങ്ങൾ തന്നെ കൊണ്ടുപോകുന്ന ഒരു സിറ്റുവേഷനിൽ നിന്ന് മാറി രണ്ടുപേരും ഒരുപോലെ എഫേർട്ട് ഇടുന്ന ഒരു രീതിയിലോട്ട് ഈ റിലേഷൻ ചേഞ്ച് ആവുന്നതായിട്ടാണ് കാണുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് കുറച്ച് മെസ്സേജ് കാർഡ് നോക്കാം ഏഞ്ചൽസിന്റെ. ബിഗ് ഹാപ്പി ചേഞ്ചസ് എന്നാണ് കാണിക്കുന്നത്. കൂടുതൽ സന്തോഷകരമായിട്ടുള്ള ഒരു ചേഞ്ചസ് നിങ്ങളുടെ ലൈഫിൽ വരുന്നതായിട്ടാണ്, ഒരു ഹാപ്പിനെസ് നിങ്ങളുടെ ലൈഫിൽ വരുന്നതായിട്ടാണ് കാണുന്നത് കേട്ടോ. ദർ ഈസ് സംതിങ് ബെറ്റർ എന്നാണ്. ബെറ്റർ ആയിട്ടുള്ള സിറ്റുവേഷനിലോട്ട് നിങ്ങളുടെ ലൈഫ് തന്നെ ചേഞ്ച് ആവും, അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻ ചേഞ്ച് ആവും എന്നുള്ളതാണ്. അപ്പം ഇതുവരെ ഒരു നോ കോണ്ടാക്ട് അല്ലെങ്കിൽ ലെസ് കോണ്ടാക്റ്റിൽ നിന്നിരുന്ന റിലേഷനിൽ ഒരു പോസിറ്റീവ് ചേഞ്ച് മുന്നോട്ട് വരുന്നു എന്നുള്ളതാണ് കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് കുറച്ച് ക്ലൂസ് കൂടി നോക്കാം. തൃശൂർ, ജൂലൈ, അശ്വതി, ഉത്രം, ലെറ്റർ എം, 1990, കോഴിക്കോട്, ജൂൺ, ലെറ്റർ എഫ്, തിരുവാതിര, ലെറ്റർ എ, മൂലം, മലപ്പുറം, ലെറ്റർ ഇ, 1988, 1997, 1994, ലെറ്റർ എസ്, തൃക്കേട്ട, മകീര്യം. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു റീഡിങ് ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.